വ്യക്തി എന്ന നിലക്ക് നമ്മുടെ മനസ്സിന് സമാധാനവും സംതൃപ്തിയും സന്തോഷവും ലഭിക്കുന്ന, നമ്മുടെ ഉള്ളിലെ ചൂടും അസ്വസ്ഥതയും സങ്കടങ്ങളും ഇല്ലാതെയാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്നത് സമയത്തിൻ്റെ അപര്യാപ്തത കൊണ്ടാണ്. ഞാനിവിടെ പറഞ്ഞ ഉദാഹരണം, നമ്മളും ഭാര്യയും കുറേ നേരം ഇരുന്ന് കൃത്യമായ ദിവസത്തിലോ ആഴ്ചയിലോ ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിന് അത് വല്ലാത്തൊരു മധുരമായിരിക്കും. പരസ്പരം തലോടിയും ആശ്വസിപ്പിച്ചും ബോധ്യപ്പെടുത്തിയുമൊക്കെയുള്ള ആ ഒരു ഇൻട്രാക്ഷൻ, ആ ഒരു സമയം, അതൊരു പക്ഷേ കുടുംബജീവിതത്തിൻ്റെ ആരംഭ ദിവസത്തെ പോലെ അതിൻ്റെ എല്ലാ ദിവസങ്ങളെയും ആക്കാൻ മാത്രം പര്യാപ്തമായതാണ്. നമ്മുടെ മക്കളുമായുള്ള സംഭാഷണത്തിന്, നമ്മുടെ ആരാധനകൾക്ക്, പലപ്പോഴും ജമാഅത്ത് നമസ്കാരമൊക്കെ നമ്മുടെ പള്ളിയിൽ ജുമാക്ക് വരുന്ന ആളുകളോടൊക്കെ ആവർത്തിച്ച് പറയപ്പെട്ട കാര്യമാണ്. ഇനിയും നമ്മൾ പറയണം. കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്തത്. നമുക്കൊരു ജമാഅത്ത് നമസ്കാരം പോലും കൃത്യമായിട്ട് കിട്ടാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ പറയുന്ന പ്രശ്നം നമ്മുടെ സമയത്തിന്റെ പ്രശ്നമാണ്. ചില കുടുംബങ്ങളെയും ചില ബന്ധുക്കളെയൊക്കെ സന്ദർശിച്ചിട്ട് ശരിക്കും ആലോചിച്ച് നോക്കൂ, ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടാവും. എന്താ അതിന്റെ കാര്യം? സമയമാണ് നമ്മുടെ പ്രശ്നം, അല്ലെ? നമ്മൾ ജോലിയുടെ സ്ഥാപനത്തിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ തീരാത്തതിന്റെ പ്രശ്നം എന്താണ്? സമയമാണ് അതിന്റെ പ്രശ്നം. അപ്പൊ സമയത്തെ നമുക്ക് കീഴ്പ്പെടുത്താനും സമയത്തെ കൂടെ നിർത്താനും സമയത്തെ ഫലപ്രദമാക്കാനും ഒക്കെ ഉള്ള ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ വ്യത്യസ്തരായ പണ്ഡിതന്മാരും വ്യത്യസ്തരായ ഇത്തരം മേഖലയിൽ ടൈം മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഭൗതിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ ധാരാളം സംസാരിച്ചു പോയ മേഖലയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. സമയത്തെ ഏറ്റവും ഗുണപരമായി നമുക്ക് ഉപയോഗിക്കുന്നതിലെ ഏറ്റവും ഒന്നാമത്തെ കാര്യം, ഈ സമയത്തെ ഉപയോഗിക്കാനുള്ള തൗഫീഖ് പടച്ചവൻ്റെ അടുത്ത് നിന്ന് കിട്ടുക എന്നുള്ളതാണ്. നമ്മൾ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. 8:20 ട്രെയിന് കയറാൻ പോവുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് നിർബന്ധമായിട്ട് എടുക്കേണ്ട ഒരു ഡോക്യുമെന്റ് എടുത്തിട്ടില്ല, ആ ട്രെയിൻ നമുക്ക് കിട്ടൂല. എയർപോർട്ടിൽ ചെല്ലുകയാണ്, അപ്പോഴാണ് മനസ്സിലായത് പാസ്പോർട്ട് എടുത്തിട്ടില്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു ദിവസം കിട്ടുന്നത് 86,400 സെക്കൻഡാണ്. ഒരു ദിവസം കിട്ടുന്നത് 86,400 രൂപ എല്ലാ ദിവസവും കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് എന്തൊക്കെ പ്ലാൻ ഉണ്ടാക്കും, എവിടെയെല്ലാം ഇൻവെസ്റ്റ് ചെയ്യും. എന്നാൽ 86,400 സെക്കൻഡ് നമ്മുടെ ഒരു എഫേർട്ടും ഇല്ലാതെ, നമ്മുടെ ഒരു പരിശ്രമം ഇല്ലാതെ നമുക്ക് കിട്ടുകയാണ്. പടച്ചോൻ പോസ്റ്റ് ചെയ്യാണ്, ഓരോ വ്യക്തിക്കും പോസ്റ്റ് ചെയ്യാണ്. എല്ലാവർക്കും തുല്യ സമയമാണ്, എല്ലാവർക്കും തുല്യ സമയമാണ്. ആ 86,400 സെക്കൻഡ് പലപ്പോഴും നഷ്ടപ്പെടുന്നത് എങ്ങനെ? പിന്നെ ചെയ്യാം എന്ന ചിന്ത കൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ചെയ്യാം, മറവി, സമയം ഉണ്ടാകും പക്ഷെ അപ്പത് ഓർമ്മ ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ഒഴിഞ്ഞിരിക്കായിരിക്കും, അപ്പത് ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ ഇതിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ സമയത്തിൽ പടച്ചോന്റെ തൗഫീഖ് ഉണ്ടാകണം, പടച്ചോന്റെ അനുഗ്രഹം ഉണ്ടാകണം, പടച്ചോന്റെ ബർക്കത്ത് ഉണ്ടാകണം. ആ ബർക്കത്ത് ഉണ്ടെങ്കിൽ സമയത്തെ അത്ഭുതകരമായി ഉപയോഗിക്കാൻ കഴിയും. ചരിത്രത്തിൽ സമയത്തെ അങ്ങനെ അത്ഭുതകരമായി ഉപയോഗിച്ച കുറെ ആളുകളുണ്ട്. ഇമാം നവവി റഹിമഹുല്ലാഹ്, പരമാവധി അദ്ദേഹം ജീവിച്ച പ്രായം നമുക്ക് കിട്ടുന്ന 44 വയസ്സാണ്. 42, 43 എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. 44 വയസ്സിനുള്ളിൽ അദ്ദേഹം ചെയ്തു തീർത്ത പ്രവർത്തനങ്ങൾ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. 44 വയസ്സിനുള്ളിൽ അദ്ദേഹം ചെയ്ത ഏറ്റവും ബൃഹത്തായ ഒരു വർക്കാണ് ഇമാം മുസ്ലിം റഹിമഹുല്ലയുടെ സ്വഹീഹ് മുസ്ലിമിന് അദ്ദേഹം ശറഹ് എഴുതി. ഏകദേശം 9ഓളം വാള്യങ്ങളുണ്ട്. ഒരു വാള്യത്തിൽ ഏകദേശം ഒരു 300 പേജ് 400 പേജിന്റെ അടുത്തുണ്ടാവും. അത് മാത്രമാണ് എഴുതിയതെങ്കിൽ തന്നെ നമുക്ക് അത്ഭുതമാണ്. കാരണം എന്താ? ഇമാം മുസ്ലിം റഹിമഹുല്ല ഒരു ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ടാകും. ആ ഹദീസ് വേറെ പല സ്ഥലങ്ങളിലുള്ളത് അദ്ദേഹം എടുത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. അന്നിങ്ങനെ സെർച്ച് ചെയ്തിട്ട് നോക്കാൻ സൗകര്യമില്ല. ഇപ്പൊ ഒരു ഹദീസ് എവിടെയൊക്കെ വന്നു എന്ന് നോക്കാൻ ഇന്ന് നമുക്ക് സൗകര്യമുണ്ട്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ എന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇവിടുന്ന് എനിക്ക് സെർച്ച് ചെയ്ത് എന്റെ സ്പീച്ചിന്റെ ഇടയിൽ പോലും സെർച്ച് ചെയ്തിട്ട്
എനിക്ക് കൺഫ്യൂഷനുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും, ഞാൻ സെർച്ചിൽ സ്പീഡുള്ള ആളാണെങ്കിൽ. അത്ര വ്യവസ്ഥാപിതമാണ്. ആ സംവിധാനം ഒന്നും ഒന്നില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ചെയ്തൊരു വർക്ക്, അദ്ദേഹത്തിന്റെ വേറൊരു വർക്ക്, ഈ ഹദീസ് ഉദ്ധരിച്ച മുഴുവൻ വ്യക്തികളുടെയും ബയോഗ്രഫി, ജീവചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പ്രവാചക തിരുമേനിയുടെ ഹദീസ് ഉദ്ധരിച്ച ചരിത്രത്തിലെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്? ഒപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്തലല്ല. അയാൾ ആരാണ്, വാപ്പ ആരാണ്, ഉമ്മ ആരാണ്, അയാളുടെ സ്വഭാവം എന്തായിരുന്നു, പ്രകൃതം എന്തായിരുന്നു, രീതി എന്തായിരുന്നു, അയാളെ സമകാലികർ അയാളെ കുറിച്ച് പറഞ്ഞ അഭിപ്രായം എന്താണ്, ഇത് മുഴുവൻ രേഖപ്പെടുത്തിയ മനുഷ്യരുടെ സമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര വോളിയം? അത്തഹദീബ് ഉത്തഹദീബ് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. ഒരു 40 വോളിയെങ്കിലും മിനിമം ഉണ്ടാവും. ആ ഗ്രന്ഥം രചിച്ച മനുഷ്യന്റെ സമയത്തിന്റെ അത്ഭുതം നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ സമയം എന്നുള്ളത് നമ്മളെ കയ്യിലല്ലല്ലോ, പടച്ചോന്റെ അടുത്തുള്ള സംഭവം. പടച്ചോൻ അദ്ദേഹത്തിന് വിശാലത കൊടുത്തതാണ്. ഇനി ഈ 40ഓളം വരുന്ന വോള്യത്തിന്റെ കാര്യത്തിൽ ഇമാം നബവി റഹിമഹുല്ലാ ചെയ്ത പണി എന്താന്ന് പറയുക നിങ്ങൾക്ക്? ഇതിനൊരു ഉള്ളടക്കം ഉണ്ടാക്കി അദ്ദേഹം. തഹ്ദീബുൽ കമാൽ എന്നാണ് ആ കിതാബിന്റെ പേര്. ഒരു ഉള്ളടക്കം ഉണ്ടാക്കി. എന്താ ഉള്ളടക്കം? ഓരോന്നിലും ഇപ്പൊ ഐന് എന്ന് പറഞ്ഞ അക്ഷരം കൊണ്ട് തുടങ്ങണ ഏത് വോള്യത്തിൽ എത്രാമത്തെ പേജിലാണ്, അതിൽ തന്നെ ഐന്, അലിഫ്, ഐന്, ബാ, അബ്, അതെവിടെയാണ് വരുന്നത്? പിന്നെ ബാ കഴിഞ്ഞാൽ പിന്നെ ഏത് അക്ഷരം? താ ആണ്. അപ്പൊ അബ് കഴിഞ്ഞിട്ട് താ ഉള്ള ഒരു പേരുള്ളതാണെങ്കിൽ അതെങ്ങനെ വരുന്നത്? ഇങ്ങനെ കൃത്യമായി അദ്ദേഹം ഉണ്ടാക്കി. പോരാത്തതിന് റിയാദുസ് സ്വാലിഹീൻ ഇമാം നബവി റഹിമഹുല്ലാ ക്രോഡീകരിച്ചതാണ്. അർബഊൻ നബവി ഇമാം നബവി റഹിമഹുല്ലാ ക്രോഡീകരിച്ചാണ്. നമ്മളെ പുതിയ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ വൈറലാണ് അദ്ദേഹത്തിന്റെ എല്ലാ ഗ്രന്ഥങ്ങളും. വൈറലാണ്. എന്നാലോ 44-ാമത്തെ വയസ്സായപ്പോഴത്തേനും മരിക്കുകയും ചെയ്തിട്ടുണ്ട്. 10 വയസ്സിനുള്ളിൽ ഇത് വല്ലതും നടക്കുമോ? ഇല്ല. അപ്പൊ അത്ര ചെറിയ സമയം കൊണ്ടാണ് ഈ ദൗത്യം മുഴുവൻ അദ്ദേഹം ചെയ്തത്. അതെങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത്? കുറെ PS മാരുണ്ടായതുകൊണ്ടാണോ? പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടായതുകൊണ്ടാണോ? ഇമെയിൽ ഉണ്ടോ? വാട്സാപ്പ് ഉണ്ടോ? പ്രിന്റിംഗ് ഉണ്ടോ? ടൈപ്പിംഗ് ഉണ്ടോ? വോയിസ് ടൈപ്പിംഗ് ഉണ്ടോ? ഒന്നുമില്ല. അവിടെ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ സമയത്തിൽ കൊടുത്ത തൗഫീഖാണ്. അപ്പൊ നമ്മളെ സമയത്ത് നമുക്ക് ഫലപ്രദമാക്കാനുള്ള ഒന്നാമത്തെ വഴി എന്താ? ഈ ബോധം ഉണ്ടാകുക, എന്നിട്ട് പടച്ചോനോട് പറയാം. ഇനി വെറുതെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ജീവിതത്തിൽ എപ്പോഴെങ്കിലും പടച്ചോനെ എന്റെ സമയത്തിൽ എനിക്ക് തൗഫീഖ് തരണം. തൗഫീഖ് തരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഉള്ളിലുണ്ടാകേണ്ട മനസ്സെന്താ? അഫ്ളലുൽ മുഅ്മിൻ ആരാണെന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോ ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുകയും അമല് ശരിയാവുകയും ചെയ്ത ആള് എന്നാണ്. അപ്പൊ ആ നിലക്ക് എനിക്ക് ദീർഘകാലം ജീവിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും സമയം ഉപകാരപ്പെടാനും നീ എന്നെ അനുഗ്രഹിക്കണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ സാധിക്കുക എന്നുള്ളത് ഇതിലൊരു പ്രധാന കാര്യമാണ്. റബ്ബിനോട് പ്രാർത്ഥിക്കുക, ഒന്നാമത്തെ കാര്യം. ഞാനത് ആവർത്തിച്ച് പറയണില്ല. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? പടച്ച റബ്ബ് തന്ന സമയത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ, വഹയുള്ള പ്രവാചകൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കാര്യം എന്താണ്? നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്ഹഹതു വൽ ഫറാഗ്. 2 കാര്യത്തിൽ മനുഷ്യരൊക്കെ വഞ്ചിതരാണ്. അപ്പൊ മനുഷ്യൻ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുള്ള, വഞ്ചിക്കപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് സമയം എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുക. ഇത് പോണത് അറിയില്ല, കയ്യിൽ നിന്ന്. അത് പ്രവാചകൻ പറഞ്ഞതാണ്, വഹയുള്ള പ്രവാചകൻ പറഞ്ഞതാണ്, അല്ലെ? വഞ്ചിക്കപ്പെട്ടു പോകുന്ന കാര്യമാണ് സമയം. ആ വഞ്ചിക്കപ്പെട്ടു പോണ സമയം ആത്യന്തികമായി മനുഷ്യൻ എങ്ങനെ വഞ്ചിക്കുക? ലാ തസൂല ഖദമ അബ്ദിൻ. ഒരടിമയുടെയും 2 കാലം അവന് മുന്നോട്ട് വെക്കാൻ കഴിയില്ല പരലോകത്ത്. 3-4 കാര്യങ്ങളെ കുറിച്ച് ചോദിക്കും. ഒന്ന് അവന്റെ ആയുസ്സിനെ കുറിച്ച്, സമയത്തെ കുറിച്ച് ചോദിക്കും. നിന്റെ സമയം നീ എന്ത് ചെയ്തു? പടച്ചോന് ചോദിക്കേ. കാരണം ഇപ്പോ ശാസ്ത്രം പഠിച്ചവരും അത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്നവരും പഠിപ്പിക്കുന്നവരൊക്കെ നമ്മളെ സദസ്സിലുണ്ട്. മനുഷ്യന്റെ ഇന്റേണൽ ഓർഗൻസ് ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് ആ ഇന്റേണൽ ഓർഗൻ വർക്കാകണീന്റെ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങളൊന്ന് എടുത്തു നോക്കുക, അപ്പറയാ അതിന്റെ അത്ഭുതം. അത്രയും മഹാത്ഭുതല്ലേ? അങ്ങനെയുള്ള എത്ര എണ്ണം ഉണ്ട്? ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കിട്ടും. കണ്ണിന്റെ ഉള്ളിൽ മാത്രം 2 കോടി കൊച്ചുപകരണങ്ങൾ ഉണ്ട്. ഒറ്റ കണ്ണിന്റെ ഉള്ളിൽ 2 കോടി കൊച്ചുപകരണങ്ങളുണ്ട്. ശ്വാസം എടുക്കണ സിസ്റ്റം, ശ്വാസകോശം ഒന്ന് വെട്ടിപ്പൊളിച്ചാല് അത്ര ഒരു ഷട്ടിൽ കോർട്ടിന്റെ അത്ര വിശാലത. മനുഷ്യന്റെ ശരീരത്തിലെ രക്തക്കുഴലുകൾ, ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കലായി മുന്നോട്ട് പോകാനുള്ള എല്ലാം തന്നു. ചർമ്മം, അല്ലെ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു ആർട്ടിക്കിൾ വായിക്കണ്ടേ, 3 തരം, ഒരു പൊള്ളലേറ്റാൽ 3 തരം പൊള്ളൽ ഉണ്ടാകുന്നതാണ്. 3 തരം പൊള്ളല് ഈ ചർമ്മത്തിന് സംഭവിക്കുന്നതാണ്.
ഖുർആന് കുലമാ നളിജത് ജുലൂദുഹും, അവരുടെ തൊലി പിന്നെയും പിന്നെയും കത്തിക്കും, പിന്നെയും പിന്നെയും കത്തിക്കും. അതിങ്ങനെ രണ്ടാമത് കൊണ്ടുവന്നിട്ട് നരകത്തിൽ പിന്നെയും കത്തിക്കും എന്നുള്ള വിഷയം ഒരാള് ആ വിഷയം പഠിച്ചെടുത്തൊരു സംഗതി വായിച്ചാണ്. അപ്പൊ ആ തോലിന് ത്വക്കിന്റെ ഓരോ അവസ്ഥകള് ഇതൊക്കെ തന്ന റബ്ബ് അങ്ങനെയാണ് ഈ സമയം ഇവിടെ പ്രവർത്തിപ്പിക്കുന്നത്. അവിടെ അങ്ങനെ ക്ലോക്ക് ഇങ്ങനെ മാറുമ്പോ നമ്മളെ ശരീരം അവിടെ അങ്ങനെ നിൽക്കണം. എന്തുകൊണ്ട്? അങ്ങനത്തെ കുറെ കാര്യങ്ങളുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് പടച്ചോന് സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് ചോദിക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ ആ ചോദിക്കാനുള്ള അവകാശമുണ്ടെന്ന ബോധ്യം നമ്മുടെ സലഫുകളൊക്കെ ഈ വിഷയങ്ങളിലൊക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടാൽ നമുക്കത് മനസ്സിലാകും. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തന്നെ പറയാണ്, ഇന്നീല അംഖുത്തുർ റജുല, എനിക്കൊരു മനുഷ്യനോട് അങ്ങേയറ്റത്തെ കോപമാണ്. അനറാഹു ഫാരിഗൻ, അവൻ എങ്ങനെ വെറുതെ ഇരിക്കണ കാണുകയാണ്. വെറുതെ ഇരിക്കുക എന്താ? ലൈസ ഫീ ശൈഇൻ മിൻ അമലി ദുനിയ, അവന് ദുന്യാവിന്റെ പണി എടുക്കണില്ല. എന്താ ദുന്യാവിന്റെ പണി എന്ന് പറഞ്ഞാൽ? അവന്റെ അക്കൗണ്ടിക്ക് വല്ല പൈസ എത്തണേ, അവന്റെ കുടുംബത്തിന് ഉപകാരം കിട്ടുന്ന പണി അവൻ എടുക്കണില്ല. വല അമലിൽ ആഖിറ, പരലോകത്തിന്റെ പണി അവൻ എടുക്കണില്ല. അല്ലേ? ഇപ്പം സർവീസിൽ നിന്നൊക്കെ റിട്ടയർഡ് ആയിട്ട് കാര്യമായിട്ട് ഒന്നിലും ഇടപെടാത്ത കുറെ ആൾക്കാരുണ്ടാവും. കാര്യമായിട്ട് ഒന്നിലും ഇടപെടാത്ത, സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയ അല്ലെ റിട്ടയർമെന്റിലേക്ക് പോണ ഒരാൾ ചെയ്തൊരു മനോഹരമായ വർക്ക് ഉണ്ട്. വിശുദ്ധ ഖുർആന്റെ ആയത്തും തഫ്സീറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അമാനി മോലന്റെ തഫ്സീറിന് അദ്ദേഹം മനോഹരമായി വൃത്തിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ആയുഷ്കാലത്ത് അദ്ദേഹം ചെയ്തൊരു കാര്യമാണ്. നമ്മൾ ആലോചിക്കണം നന്നായിട്ട്. ഇപ്പൊ സർവീസിലൊക്കെ കുറെ ലീവുള്ള ആൾക്കാരുണ്ടാവും. സർവീസിൽ കുറെ ലീവ്, പലജാതി ലീവുകൾ ഉണ്ടാവും അല്ലെ? അപ്പൊ ആ ലീവും പിന്നെ ശമ്പളമൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് ചില അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും. അത് ഓരോരുത്തരും അവരുടെ ജീവിതകാലത്തെ പഠനം കൊണ്ടും അധ്വാനം കൊണ്ടും പഠിച്ച് അധ്വാനിച്ച് പരീക്ഷ എഴുതി കിട്ടിയ ജോലിയാണ്. അതിൽ നമുക്ക് അങ്ങനെ അസ്വസ്ഥത ആവശ്യമല്ല. ഇനി നമ്മളെ മക്കളെങ്കിലും നമ്മൾ പഠിപ്പിക്കുക എന്നുള്ള വേണ്ടത്. ഈ ലീവുകളൊക്കെ സാധാരണ എന്താ ചെയ്യാറ്? ഈ ലീവുകളൊക്കെ സാധാരണ ഒരു 60 ദിവസം 70 ദിവസം അല്ലെങ്കിൽ 100 ദിവസമൊക്കെ ഒന്നിച്ച് പിരീഡിന്റെ ഏപ്രിൽ മാസത്തിന്റെ മെയ് മാസത്തിന്റെ മുമ്പ് ഒന്നിച്ചുകൊണ്ടെടുക്കും. അന്നത്തെ ദിവസം ആ ആയുസ് കൊണ്ട് എന്തിനേ പറ്റുള്ളൂ? പരമാവധി പേരക്കുട്ടികളുണ്ടെങ്കിൽ കുട്ടി അങ്ങോട്ട് ഓടുന്നുണ്ട് അപ്പൊ പിടിക്കാന്, ഇങ്ങോട്ട് ഓടുന്നുണ്ട് അപ്പൊ പിടിക്കാന്. സത്യത്തിൽ ഇതൊക്കെ ബോധപൂർവം ഉപയോഗിക്കേണ്ടിയിരുന്നതാണ്. എല്ലാം കൂടി ലീവ് എടുത്തിട്ട് മൊത്തത്തിൽ സ്കൂളിൽ പോകാതിരിക്കാന്നൊന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, അല്ലെ ഓഫീസിൽ പോകാതിരിക്കുക എന്നുള്ളതല്ല. നമ്മൾ ഭാര്യയ്ക്ക് വയ്യാത്തൊരു ദിവസം നമ്മൾ പാഞ്ഞ് സ്കൂൾ കയറല്ല, അവിടെ ഇന്നിവിടെ അവളെടുത്ത് സഹായിക്കേണ്ട ഒരു ദിവസമാണ്. അവിടെ വിളിച്ച് ക്രമീകരിച്ച് എൻ്റെ ക്ലാസ് വൃത്തിക്ക് പോകണുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിനാണ് ഈ ലീവ് വരുന്നത്. അതെടുക്കൂല. അതെല്ലാം കൂടി ലീവ് അവകാശമായതുകൊണ്ട് ആ ലീവ് എടുത്ത് തീർക്കണ ഒരു പരിപാടിയാണ് പിന്നെ ഉണ്ടാകുക. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. ഒക്കെ ഓരോന്നും ബോധപൂർവ്വം ഉപയോഗിക്കാൻ വേണ്ടത്. ബോധപൂർവ്വം ഹജ്ജിന് തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ഉംറക്ക് തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനത്തെ ഒരു ഹോസ്പിറ്റൽ കേസ് വരുന്ന ഒരു ബന്ധുവിന് ഹോസ്പിറ്റൽ കേസ് ഉണ്ട്. പൈസ കൊടുക്കൽ മാത്രമല്ല, അവിടെ നിന്നൊടുക്കൽ വലിയൊരു കാര്യമാണ്. അപ്പൊ അവിടെയൊക്കെ, അല്ലെങ്കിൽ നമ്മളെ ഭാര്യ വീട്ടില് ഒരു സൽക്കാരുണ്ട്, എനിക്ക് സ്കൂളുണ്ട്, എനിക്ക് കോളേജ് ഉണ്ട്, എനിക്ക് ഇതുണ്ട്. ഇങ്ങനെയല്ല യഥാർത്ഥത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. അതിന്റെ പ്രയോറിറ്റി നിശ്ചയിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. അതാണ് മൂന്നാമത്തെ കാര്യം. വിഷയത്തിന്റെ പ്രയോറിറ്റി കാണുക എന്നുള്ളതാണ്. വിഷയത്തിന് പ്രയോറിറ്റി കൊടുക്കണം. ഒരുപക്ഷെ നേരത്തെയൊക്കെ ഞാൻ എൻ്റെ സ്പീച്ചിൽ ഈ വിഷയം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നൊരു കഥ ഉണ്ട്. എന്നെ നന്നായി സ്വാധീനിച്ചൊരു കഥ. ഒരു കോൺട്രാക്ടർ, അയാളൊരു എഞ്ചിനീയറുടെ കീഴിൽ ഇങ്ങനെ വർക്ക് ചെയ്യണം, കുറേ കാലം വർക്ക് ചെയ്യണം. ഈ എഞ്ചിനീയർ അടുത്തേക്കാണ് എല്ലാവരും വീട് നിർമ്മാണം ആവശ്യപ്പെട്ട് വരിക. കരാറാവുമ്പോൾ പറയും, പിന്നെ നമ്മളെ ഇന്ന ആളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം കേട്ടോ, നോക്കാറ്. അപ്പൊ നാട്ടിലെ എല്ലാ വീടും ഇയാൾ ഉണ്ടാക്കി കൊടുക്കണം. കാരണം അത്രയും പെർഫെക്റ്റ് മനുഷ്യനാണ്. കഥയാണേ. ആ പണിയുടെ ഏൽപ്പിച്ചിട്ട് ആർക്കും പോകാം. അവസാനം ഇയാളെ മക്കൾ പറഞ്ഞു, ഇനി വാപ്പ അങ്ങനെ അധ്വാനിച്ചാൽ മതി, നിങ്ങൾ പെരയിൽ ഇരുന്നോളിയാണ്. അപ്പൊ മക്കൾ നിർബന്ധിച്ചപ്പോൾ പെരയിൽ ഇരിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഈ എഞ്ചിനീയറോട് പോയിട്ട് പറഞ്ഞു, ഞാൻ ഇനി വയ്യ, പറ്റി ക്ഷീണിച്ചു. അപ്പൊ എഞ്ചിനീയറും പറഞ്ഞു, ഞാൻ നിങ്ങളോട് അങ്ങോട്ട് പറയാനിരുന്നാണ്, ഇനിയിപ്പോ ഈ വയസ്സാം കാലത്ത് ഈ വെയിലും മഴയും കൊണ്ട് നടക്കണ്ട. പക്ഷേ ഒരു വീടുണ്ടായി, ഞാൻ കാര്യമായിട്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ച വീടാണ്, അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. അപ്പൊ ഞാൻ അത് മനസ്സിന്ന് വിട്ടൊരു സാധനം പിന്നെ എനിക്ക് എടുക്കാൻ കഴിയും, അങ്ങനെ ഒരു പ്രശ്നം അല്ല. അത് പറയല്ലേ, അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കണം എന്നാണ്. അപ്പൊ മൂപ്പര് എന്ത് ചെയ്തു അറിയോ? ആ വീടിന്റെ പണി അങ്ങനെ തുടങ്ങി, അത് അങ്ങനെ ഒരു വയന്ന മട്ടത്തിൽ ഉണ്ടാക്കി. സമയമൊക്കെ തെറ്റി, ഇയാളെ ചരിത്രത്തിൽ ഇല്ലാത്ത മാതിരത്തൊരു കോലത്തിൽ ആ വീടൊക്കെ ഉണ്ടാക്കിയിട്ട് എഞ്ചിനീയർ എടുത്ത് താക്കോലുണ്ടേ കൊടുത്തപ്പോൾ പറഞ്ഞു, ഇത് നിങ്ങൾ തന്നെ വെച്ചുള്ളത്, നിങ്ങൾക്കുള്ള വീടാണ്. ഇതാണ് പലപ്പോഴും നമ്മളൊരു അവസ്ഥ. മക്കൾക്ക് വേണ്ടി നമ്മൾ പരമാവധി പായും,
ആ പാച്ചിലിനിടയിൽ എന്താ നമ്മളെ ജോലി എന്താ? മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ അടുക്കളയിൽ നമ്മൾ പരമാവധി എഫേർട്ട് എടുക്കും. ആർക്കു വേണ്ടിയാ? സ്ത്രീകളാണെങ്കിൽ അവരുടെ മക്കൾക്കും കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ്. അവിടെയാണ് നമ്മളെ സമയം കൂടുതൽ പോസ്റ്റ് ചെയ്യണത്. ആ പോസ്റ്റ് ചെയ്യുന്ന സമയത്തിൽ ഒരു നിയ്യത്തും കൂടി ഉണ്ടെങ്കിൽ അതൊക്കെ ഇബാദത്താണ്. എന്താ? ഒരു ദുന്യവിയായ കാര്യം തന്നെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അതിനെ പരലോകത്തോട് ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു നിയ്യത്തുണ്ടെങ്കിൽ അയാൾക്കത് ഇബാദത്താണ്. അപ്പൊ ഞാൻ സ്കൂളിൽ നിന്ന് വരികയാണെങ്കിൽ സ്കൂളിൽ പോവുകയാണ്, എനിക്കത് ഇബാദത്താണ്. ഞാൻ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കണം, വാങ്ങണ ശമ്പളത്തിന് അധ്വാനിക്കണം, ഇല്ലേ എനിക്ക് കുറ്റം കിട്ടും. ഈ കുട്ടികളെ പഠിപ്പിച്ച് ഇവരൊക്കെ ഒരു ലക്ഷ്യത്തിലെത്തി അതിന് എനിക്ക് കൂലിട്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇബാദത്താണ്. അത് നമ്മൾ മറക്കും. അതോടൊപ്പം എന്ത് ചെയ്യുന്നറിയോ? ഫർളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ക്രമം തെറ്റും. അത് ഞാൻ പറഞ്ഞ പ്രയോറിറ്റി നിശ്ചയിക്കണം എന്ന് പറഞ്ഞാൽ അതാണ്. ജമാഅത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കാൻ പറ്റാത്ത ഒരു തൊഴിലുമില്ല. 1:30 ഇപ്പോ സ്കൂള് ഓഫീസ് ഫ്രീ ആണത്. നമ്മൾ 2-3 ആളുണ്ടെ നമ്മളൊന്നിച്ച് ജമാഅത്തായിട്ട് നിസ്കരിക്കണം. അവിടുത്തെ അവ്വൽ ജമാഅത്തിന് പങ്കെടുക്കാൻ കഴിയില്ല എന്നേ ഉള്ളൂ, ഇല്ലേ? ഇനി സമയത്ത് നിസ്കരിക്കുക. ഇനിയിപ്പോ ജമാഅത്ത് കിട്ടൂല. ചില തൊഴിലുകൾക്ക് അങ്ങനെ ഉണ്ടാകും. ഒരാൾ വരുമ്പോ ഒരാളെ പകരം ചിലപ്പോൾ കിട്ടൂല. പക്ഷേ ഒരാളവിടെ ഉണ്ടാകുമോന്ന് വിചാരിച്ച് പള്ളിന്റെ വാതിൽ ഇങ്ങനെ തുറന്നു വരുന്ന ഒരാൾക്ക്, ആഗ്രഹത്തോടെ വരുന്ന ഒരാൾക്ക് അയാൾ ഒറ്റക്ക് നിസ്കരിച്ചാലും ചിലപ്പോൾ പരിശുദ്ധ ഹറമിൽ നിസ്കരിച്ച കൂലി അടച്ചോ കൊടുക്കും. അതാ പഠിച്ചോന്റെ പരിപാടി. മനസ്സിലായില്ലേ? പക്ഷെ നമ്മളെന്താ ചെയ്യാ? ലൊഹർ അങ്ങനെ അസർക്കെത്തും. എന്താ കാര്യം? കസ്റ്റമേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ നമ്മളാ പോരുമ്പോഴും കസ്റ്റമർ ഉണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ, ഇപ്പൊ വരട്ടോ എന്നുള്ളത് ആ 12:51 പറഞ്ഞാൽ മതിയായിരുന്നു, ഒരു പ്രശ്നമല്ല. അപ്പൊ എല്ലാവർക്കും മനസ്സിലാകും മൂപ്പർ അങ്ങനെ ആ പള്ളിക്ക് ജമാഅത്തിന് പോകുന്ന ഒരാളാണ്. ഇവരുടെ പള്ളിക്ക് എനിക്കറിയുന്ന ചില ഡോക്ടർമാരുണ്ട്. നിങ്ങളിപ്പോ ഒന്ന് പോയി നോക്കി. നമ്മളൊക്കെ ഇവിടെയുള്ള ആശുപത്രിയിൽ തന്നെ ഓരോ പേഷ്യൻസ് അങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഓല് കറക്റ്റ് ആ ബാങ്ക് ഇക്കാമത്തിന് കേൾക്കുമ്പോൾ പോകും. എന്താ? പേഷ്യൻസ് അവിടെ ഉള്ളതുകൊണ്ട് ദിക്റും ദുആയൊന്നും ചൊല്ലൂല, നേരിട്ട് പോരും. അവിടെ അവരുടെ ഉത്തരവാദിത്തതാണ്. അവിടെ ദിക്റും ദുആക്കും അല്ല അവിടെ പ്രാധാന്യം. അവിടെ ആ ഫർള് വേഗം നിർവഹിച്ച് പോരലാണ്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മളൊരു പ്രയോറിറ്റി നിശ്ചയിക്കണം. സമയം വെറുതെ കുറെ വേസ്റ്റ് ആയി പോകുന്നുണ്ട്. ഈ സൊറമ്മ പോണ കുറെ സമയമാണ്. ടൂറുമ്മ പോണ കുറെ സമയമാണ്. ടൂറ് പോകണം, അതിൽ സംശയമൊന്നുമില്ല. റിലീഫ് ആൻഡ് റിലാക്സേഷൻ ഒക്കെ ആവശ്യമാണ്. പക്ഷേ നമ്മളെ വാപ്പാന്റെ വളരെ അടുത്തൊരു സുഹൃത്ത് ഉണ്ടാകും. ആ സുഹൃത്തിന്റെ അടുത്തേക്ക് വാപ്പാനെയും വെച്ചൊന്ന് ഡ്രൈവ് ചെയ്ത് പോകുക എന്നുള്ളത് മകൻ എന്നുള്ള ആൾക്ക് നമ്മളെ ബാധ്യതപ്പെട്ടതാണ്. വാപ്പാക്ക് എങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, രോഗിയാണ് വാപ്പെങ്കിൽ വാപ്പാന്റെ അടുത്ത് ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് ആ ഗുളിക ഒന്ന് എടുത്തെടുക്കുക. ഇൻസുലിൻ മറവി തുടങ്ങിയിട്ടുണ്ട്. ഇൻസുലിനൊക്കെ ഇപ്പൊ അളവ് തെറ്റിയിട്ടാണ് മൂപ്പര് വെക്കണത്. പറഞ്ഞാലും കേൾക്കൂല. എടുത്തെടുത്താലും മൂപ്പർക്ക് ഇൻഫീരിയോറിറ്റിയാണ്. എന്താ? അപകർഷബോധാണ്. അപ്പൊ നമ്മളിങ്ങനെ നോക്കി നിൽക്കുക, അളവ് കറക്റ്റ് അല്ലേ? ഇതൊക്കെ ഇബാദത്താണ്. ഇതൊക്കെയാണ് വാപ്പാനോടും ഉമ്മാനോടുള്ള കടമ എന്നൊക്കെ പറയണേ. അതല്ലാതെ വാപ്പാക്കും ഉമ്മാക്കും നല്ല വീടും നല്ല റൂമും നല്ല ഫാനും ഇഷ്ടം പോലെ മരുന്നും അതൊക്കെ ഉത്തരവാദിത്വം തന്നെയാണ്. അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഇങ്ങനെയൊക്കെ ഉത്തരവാദിത്വം ഉണ്ട് നമുക്ക്. അവരെടുത്തിരുന്ന് സംസാരിക്കുക, അതിന് സമയമല്ല. സമയം ഉണ്ടാക്കുക, വാപ്പാന്റെ അടുത്തും ഉമ്മാന്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കുക. അപ്പൊ പ്രയോറിറ്റികൾ നിശ്ചയിക്കുക എന്നുള്ളത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനുള്ള വഴി എന്താ? റിമൈൻഡറുകൾ അതിന് നല്ല വഴിയാണ് കേട്ടോ. റിമൈൻഡർ വെക്കുക. റിമൈൻഡർ എങ്ങനെ അടിക്കും? അപ്പോഴോ റിമൈൻഡർ അടിക്കുമ്പോ എനിക്ക് ഇന്ന കാര്യം ചെയ്യണം, അദ്കാർ സബാഹ് ചെല്ലണം, അല്ലെങ്കിൽ അദ്കാറുൽ മസാഹ് ചെല്ലണം, അല്ലെങ്കിൽ ദീർഘയാത്രയിലായിരിക്കും. അപ്പോ ഒരു ടോക്ക് വേണമെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റും. നല്ലൊരു സംസാരം. മക്കളെ എങ്ങനെ വളർത്തണം, നിസ്കാരത്തിൽ വരുന്ന അബദ്ധങ്ങൾ എന്താണ്, പിന്നെ പലിശയുടെ ഗൗരവം എന്താണ്, അതല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു പുതിയ സംരംഭം തുടങ്ങണം, വീട് തുടങ്ങണം, ഒരു പുതിയ വീട് വെക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഒക്കെ ഒന്ന് ഓൺലൈനിൽ ലഭ്യമാണ്. ഞാൻ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് പരിചയപ്പെടുത്തുന്ന ജമീൽ എന്ന് പറയുന്ന ആപ്പിലും അതേപോലെ തന്നെ പീസ് റേഡിയോയിലൊക്കെ ഇങ്ങനത്തെ എല്ലാം കിട്ടും. നമുക്ക് വേണ്ടതൊക്കെ കിട്ടും. ജസ്റ്റ് സെർച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അതിന്റെ അഡ്മിൻസ് ഉണ്ടാകും, അവരോട് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കണം. എല്ലാം കിട്ടും നമുക്ക് ജീവിതത്തിൽ. നമുക്കൊരു പുതിയ കുഞ്ഞുണ്ടാകാൻ പോവാണ്, എന്തൊക്കെ ശ്രദ്ധിക്കണം, പഠിക്കണം. ഒരു ഭൂമി വാങ്ങുമ്പോ നോക്കിയിട്ടല്ലേ വാങ്ങുക, അതിന്റെ ആധാരം നോക്കൂ. നമുക്ക് അറിയണമാരൊക്കെ നോക്കൂ, എന്നിട്ട് പറ്റുന്നവരോട് പോയിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്യും, അല്ലേ? അങ്ങനെ ഒരു വണ്ടി വാങ്ങുമ്പോൾ എന്തൊക്കെ, ഒരു ഫോൺ വാങ്ങുമ്പോൾ എന്തൊക്കെ ചിന്തിക്കും, 1 കിലോ മത്തി വാങ്ങുമ്പോൾ വരെ ശരിക്കൊന്ന് നോക്കൂ. അങ്ങനെയാണെങ്കിൽ ജീവിതത്തോട് കുറച്ചൊരു പ്രയോറിറ്റികൾ കൊടുത്ത് ജീവിതത്തെ സമീപിക്കുക എന്നുള്ള മറ്റൊരു കാര്യം. ഇനി സമയത്ത് ആസൂത്രണം ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. ഈ ടൈം മാനേജ്മെന്റ് ക്ലാസ്സുകൾ ഉണ്ടാവും. ലോകത്തെ ഏറ്റവും കൂടിയ ടീച്ചിങ്ങിന് ഏറ്റവും കൂടിയ ക്യാഷ് വാങ്ങണ വിഭാഗം ടൈം മാനേജ്മെന്റ് ക്ലാസ്സുകൾ എടുക്കുന്ന ആളുകളാണെന്നുള്ളതാണ് എൻ്റെ ചെറിയ എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
അവരെങ്ങനെ വരിക? ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അടുത്ത് ഉള്ള ഏറ്റവും അടുത്തൊരു ഹോട്ടലിൽ ഫിക്സഡ് സമയത്ത് അവർ വരും. അവരടുത്തുള്ള 2 മണിക്കൂറിന് നമ്മൾ 5000 റുപ്യൊക്കെ ഫീസ് കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ ആളുകൾ കൊടുക്കുന്ന ടെക്നിക്സിൽ പെട്ടൊരു ടെക്നിക്സാണ്. ഒരു കുപ്പി, ഇവിടെ കുറെ മണല്, ഇവിടെ കുറെ വലിയ കല്ല്, ഇവിടെ കുറെ ചെറിയ കല്ല്, എന്നിട്ട് പറയും ഇതിന്റെ ഉള്ളിലാക്കണം. ആകെ 1 മണിക്കൂറെ ക്ലാസ് എടുക്കുക. ഇത്ര ആക്ടിവിറ്റി ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നേ എന്താ? അപ്പോ ഇവരടുത്തൊക്കെ കൊടുക്കും കുറച്ച് ഇതൊക്കെ. എല്ലാവരും കുറെ ആളെ മണൽ ബാക്കിയായിരിക്കും, കുറെ ആളെ കല്ല് ബാക്കിയായിരിക്കും, കുറെ ആളെ ചെറിയ കല്ല് ബാക്കിയായിരിക്കും. എന്നാ മൂപ്പര് ഇതൊക്കെ അതിൻ്റെ ഉള്ളിലാക്കും. എങ്ങനെ? മൂപ്പര് ആദ്യം അതിലേക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ വലിയ കല്ലുകൾ ഇങ്ങനെ ഇടും, എന്നിട്ട് കുറച്ച് മണൽ ഇങ്ങനെ ഇടും, എന്നിട്ട് കുറച്ച് ചെറിയ കല്ല് ഇങ്ങനെ ഇടും. അപ്പൊ മൂപ്പര് എന്നിട്ട് പറഞ്ഞു കൊടുക്കും, ഇതിലെ വലിയ കല്ല് പറഞ്ഞാൽ നമ്മളെ വലിയ പ്രശ്നമാണ്, ആ വലിയ പ്രശ്നത്തെ ആദ്യം അഡ്രസ്സ് ചെയ്യണം. പിന്നെ ചെറിയ കല്ല് എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറിയ ആവശ്യമാണ്. ഈ മണൽ പറഞ്ഞാൽ നമുക്ക് പല സമയങ്ങളിലായി ചെയ്യേണ്ടതാണ്. അപ്പൊ ഓരോന്നിന്റെ സ്ഥലത്തേക്ക് വെക്കണം. നിങ്ങളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ഫോൺ ചെയ്യും. ശരിക്കും നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഫോൺ ചെയ്യല്ല വേണ്ടത്, നിങ്ങൾക്ക് വാട്സപ്പിൽ നോക്കാനുള്ള കപ്പള നോക്കണ്ടേ. നിങ്ങളെ വീട്ടിൽ ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ നേരെ വാട്സപ്പ് നോക്കിയിരിക്കും. അപ്പൊ അതല്ല ചെയ്യണ്ടേ. വണ്ടി കയറിയതിന് ശേഷം ഭാര്യനോട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും. അത് നേരിട്ട് അവരോട് പറഞ്ഞാൽ അവർക്കൊരു ആശ്വാസമാണ്, അല്ലേ? അപ്പൊ ഇങ്ങനൊരു സമയത്തിൽ ആസൂത്രണങ്ങൾ ഉണ്ടാകുക എന്നുള്ള പ്രധാനമാണ്. 5-മത്തെ കാര്യം, നൈമിഷികതകളിലാണ് പലപ്പോഴും പോണേ. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് മനുഷ്യന്മാരുടെ സമയം പോണത് എന്തുമാണ്? ഒരുപാട് മനുഷ്യന്മാരുടെ സമയം പോണത് സാമൂഹ്യ മാധ്യമങ്ങളാണ്, റീലുകളാണ്, പലപ്പോഴും ഷോർട്സ് ആണ്. ഈ റീലും ഷോർട്സും ഒക്കെ നമ്മുടെ സംസ്കാരത്തെയും രീതികളെയൊക്കെ അപ്പാടെ മാറ്റിമറിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഹസനുൽ ബസ്രി പറയുന്നു, അദ്റക്തു അഖ്വാമൻ കാനു അലാ ഔഖാതിഹിം അശദ്ദു ഹിർസൻ. ഞാനൊരു ജനവിഭാഗത്തെ കണ്ടിട്ടുണ്ട്, പ്രവാചകന്റെ സ്വഹാബത്തും താബിഈങ്ങളൊക്കെ അടങ്ങണ ഒരു ജനവിഭാഗത്തെ. അവരുടെ പ്രത്യേകത, അവര് ഭയങ്കര ആർത്തിയുള്ളവരായിരുന്നു അവരുടെ സമയത്തിന്റെ കാര്യത്തിൽ. എങ്ങനെ? നിങ്ങൾക്ക് ദറാഹിമുകളോടും ദീനാറുകളോടും സ്വർണ്ണ നാണയങ്ങളോടും വെള്ളിയോടും ഒക്കെ ഉള്ള, നിങ്ങളുടെ വെള്ളി നാണയങ്ങളോടൊക്കെ ഉള്ള നിങ്ങളുടെ ഇഷ്ടത്തെക്കാളും ബഹുമാനത്തെക്കാളും ആർത്തിയെക്കാളും വലിയ ആർത്തി അവർക്ക് അവരുടെ സമയത്തോടുണ്ടായിരുന്നു. എന്റെ 10 ലക്ഷം റുപ്യ പോയത്, എന്റെ 100-500 റുപ്യാണ് പോക്കറ്റടിച്ചു പോയത്, എന്റെ 10 മിനിറ്റാണ് പോയത്, അല്ലേ? എന്റെ വലിയൊരു സമയമാണ് പോയത്. അങ്ങനത്തെ ഫീലുള്ള ആളുകളെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയാണ്. ഇങ്ങനെ ധാരാളം വാചകങ്ങൾ നമുക്ക് ഇത്തരം വിഷയങ്ങളിൽ കാണാൻ സാധിക്കും. പണ്ഡിതന്മാർ പഠിപ്പിച്ച ഞാൻ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത് എന്തിന്റെ പേരിലാണ്? അലാ യൗമിൻ, എൻ്റെ ഒരു ദിവസത്തിന്റെ പേരിലാണ്. എന്താ അതിന്റെ പ്രത്യേകത? ഗറബത് ശംസുഹു, അന്ന് സൂര്യൻ അസ്തമിച്ചു. നഖസ ഫീഹി അജലി, എൻ്റെ ആയുസ്സെന്ന് ഒരു ദിവസം കൂടി കഴിഞ്ഞു പോയി. വലം യസ്ദദ് ഫീഹി അമലി, അന്ന് എനിക്ക് അമലിലേക്കൊന്നും ചേർത്ത് വെക്കാൻ പറ്റില്ല. ഇന്നിപ്പോ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. അങ്ങനത്തെ ദിവസമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ദുഃഖിച്ച ദിവസം എന്ന് അദ്ദേഹം പറയുകയാണ്. ഇനി സുഹൃത്തുക്കളെ, സമയം എന്ന് പറയുന്നത്, നല്ല കാര്യങ്ങൾക്ക് കൊടുക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും, പലതും അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. എന്നാൽ സമയം ശരിക്കും ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്താ? വിശുദ്ധ ഖുർആൻ നമ്മളോടത് ചോദിച്ചിട്ടുണ്ട്. മൻദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന, അള്ളാഹുവിന് ശരിയായ കടം കൊടുക്കാൻ തയ്യാറുള്ളവർ ആരാണ്? യുളാഇഫു ലഹു അളാഫൻ കസീറ, യുളാഇഫു ലഹു അളാഫൻ കസീറ, അതവനെ ഇരട്ടിയായിട്ട് പഠിച്ചോ തിരിച്ചു. അപ്പൊ നമ്മളിപ്പോ ഒരു എന്താ പറയാ, ദീനിയായ നല്ലൊരു കാര്യത്തിന്, നിസ്കാരത്തിന് കൊടുക്കുന്ന സമയം, ഖുർആൻ പാരായണത്തിന് കൊടുക്കുന്ന സമയം, അദ്കാറിന് കൊടുക്കുന്ന സമയം, ഒരു പാലിയേറ്റീവ് പ്രവർത്തനത്തിന്റെ ഭാഗമാണ് നമ്മളെന്ന് വിചാരിക്കുക. ഒരു ഹോം കെയറിന് വേണ്ടിയിട്ട് പോകുന്നു, ഒരു രോഗിയുടെ അടുത്തിരിക്കുന്നു, ആ രോഗിയെ ആശ്വസിപ്പിച്ച് സംസാരിക്കുന്നു. ഇങ്ങനെ പല്ലൊക്കെ അവിടെ ഇങ്ങനെ കണ്ടു തുടങ്ങിയ ഒരു ക്യാൻസർ പേഷ്യന്റ്, അയാളുടെ അവിടത്തൊക്കെ തുടച്ചെടുത്ത് അവിടെ പഞ്ഞി വെച്ച് ഒട്ടിച്ച് ഒക്കെ റെഡിയാക്കി കൊടുത്ത്, ശരീരത്തിലേക്ക് കൊടുത്ത മരുന്നിനേക്കാളും മനോഹരമായൊരു 2 വാക്ക് പറഞ്ഞെടുത്ത്, ഇതൊക്കെ നിങ്ങൾക്ക് മുതലാവും, നല്ല ക്ഷമിച്ചോളി, നാളെ പരലോകത്ത് നമ്മൾ ഒരുപാട് സുജൂദും റുക്കുവൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഈ സബർ നിങ്ങളുടെ മീസാനിൽ ഉണ്ടാകട്ടെ, അള്ളാഹു അങ്ങനെ ഹൈറാക്കി തരട്ടെ എന്ന് പറഞ്ഞു പോരുമ്പല്ലേ, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആ ഇൻവെസ്റ്റ്മെന്റ് പടച്ചോൻ ഭൂമിയിൽ തന്നെ തരും. നമ്മളെ വേറെ പല വിഷയത്തിലും ഇങ്ങനെ നമുക്ക് പടച്ചോൻ അത് തിരിച്ചു തരും. പരലോകത്ത് വേറെയും തരും. നല്ല കാര്യത്തിന് കൊടുക്കുന്ന സമയത്തിന്റെ പ്രത്യേകത. പക്ഷെ നമ്മൾ നല്ല കാര്യത്തിന്റെ സ്ഥലത്ത് ഭയങ്കര ഹറിവറിയായിരിക്കും, അല്ലേ?
നല്ല കാര്യത്തിന്റെ സ്ഥലത്ത് ഭയങ്കര അറിവ്. ഒരു നല്ല കാര്യത്തിന് വേണ്ടി നിന്നാൽ ഇപ്പോ ഒരു ഉപദേശ സദസ്സ്, ആ ഉപദേശ സദസ്സിൽ ഒരു 5 മിനിറ്റ് ആ ഉപദേശം നീണ്ടു. അപ്പോൾ അസ്വസ്ഥരായി. ഒരു തറാവീഹ് ഒരു 5 മിനിറ്റ് നീണ്ടു. നമ്മളിങ്ങനെ പറയും സ്കാരം കുറച്ചൊന്ന് അല്ലേ. ഞാൻ എന്നെ പറ്റിയാ പറയണ കേട്ടോ, നിങ്ങളെ പറ്റിയല്ല. എന്നെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ഉണ്ടാവുക അല്ലേ, നമ്മൾ അങ്ങനെ ഉണ്ടാവുക. നല്ല കാര്യത്തിന്റെ ഒരു സ്ഥലത്ത് നമുക്ക് സ്ഥാപനം ഉണ്ടാവില്ല. അപ്പൊ ഇന്നലെ എൻ്റെ സ്കൂളിലെ PTA മീറ്റിംഗ് ആണ്. ഇപ്പൊ PTA സീസൺ ആയതുകൊണ്ട്, PTA ഒക്കെ വിളിക്കാൻ സാധ്യതയുള്ള സീസൺ ആയതുകൊണ്ട് ഞാൻ പറയാം, എന്താ ധൃതി നിങ്ങള്. പക്ഷെ ബുക്ക് അവിടെ ബുക്കില്ലല്ലോ പറഞ്ഞു. ബുക്ക് എന്താ ബുക്കൊക്കെ കുട്ടികൾക്ക് കൊടുത്തേച്ചാൽ അല്ല, ഒപ്പിടണ ബുക്ക് ലാസ്റ്റ് അവസാനം. ഇപ്പൊ ബുക്കില്ല. ഞമ്മക്ക് ഇങ്ങോട്ട് കുറച്ച് കാര്യം പറയണ്ട. അതിനാണ് വിളിച്ചിരുത്തി. എന്നിട്ട് പാഞ്ഞുകൊണ്ട് വന്നിട്ട് കുട്ടി എവിടെ? കുട്ടി തൊപ്പിന്റെ ഇവർക്ക് തൊപ്പിന്നെ അറിയില്ല. കുട്ടികളെ കൊണ്ട് മൊത്തം ഒരു 7 മാസം മുമ്പ് ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ ശ്രദ്ധയിൽ ഒരാൾ പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയം ഒന്ന് അഡ്രസ് ചെയ്യേണ്ട വിഷയമാണ്. അപ്പൊ അഡ്രസ് ചെയ്യേണ്ട വിഷയം എന്താ, നമ്മളെ വക പബ്ലിസിറ്റി ആകല്ലേ. അപ്പൊ പബ്ലിസിറ്റി ആയിട്ട് മതി വിചാരിച്ചിട്ട് അവിടെ എടുത്ത് വെച്ചാണ്. അപ്പൊ കുട്ടികളോട് ചോദിച്ചപ്പോ എടാ തൊപ്പിന്റെ ആൾക്കാർ ആരൊക്കെടാ, ഒരു പോസിറ്റീവായിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോ സ്കൂൾ മൊത്തമാണ് കൈയൊന്നിച്ചു. സ്കൂൾ മൊത്തേ. ഇപ്പൊ ഇത് ഓൺലൈനിൽ പോണ ധോനി കിട്ടിയ ആഘോഷാവും. പച്ചത്തെറി 4 ഇട്ടിട്ട് എനിക്കൊരു റിയാക്ഷൻ ഉണ്ടാവും, അറിയാം. ശ്രദ്ധപ്പെട്ടാ മതി മുപ്പരെ, ബാക്കി മുപ്പരെ നോക്കിക്കോളും. അപ്പൊ ടീച്ചേഴ്സിന് എന്താ പക്ഷെ തൊപ്പി ആർക്കും അറിയില്ല. പാരന്റ്സിനോടൊന്നും ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കൊക്കെ തൊപ്പി അറിയാം? അപ്പൊ എന്താ പറയാ, പാരന്റ്സ് കുട്ടികള് മൊബൈൽ എടുത്ത ആകെ ബേജാറാണ്. എന്തിനെ കുറിച്ചാ? ഗെയിം കളിച്ചോ. ഗെയിമൊക്കെ കഴിഞ്ഞ 5 കൊല്ലം മുമ്പത്തെ അപകടമാണ്. അതൊക്കെ എന്നോ കഴിഞ്ഞു പോയി. ഇതെന്താ സംഭവം? എന്താ തൊപ്പിന്റെ അപകടം? ഒരു സ്വകാര്യമായി പോലും ഒരു വ്യക്തി ചെയ്യുമ്പോ 2 വട്ടം ആലോചിക്കുന്ന കാര്യം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചെയ്യും. മനസ്സിലാകാനും പച്ചക്കാണ് പറയാനല്ലേ. ലൈവിൽ മാസ്റ്റർബേഷൻ ചെയ്യാം. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവണവർക്ക് മനസ്സിലായാൽ മതി കേട്ടോ. ലൈവില് എന്നിട്ട് അതിങ്ങനെ കുട്ടികൾ കണ്ടിട്ട് ഓന് ഹീറോ ആകുക. ഒരു തെരുവ് നിറയാ, NH ബ്ലോക്ക് ആകുക. അങ്ങ് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിന്റെ ഓഫീസിൽ വരെ വിഷയം എത്തുക. ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പിന്നെ സിസ്റ്റത്തിൽ ആ സാധനം അന്നത്തെ ഹൈക്കാകുക. അപ്പൊ ഞാൻ പറയണേ, ഇതൊക്കെ പറഞ്ഞെടുക്കാനും ഇതിനൊക്കെ വേണ്ടി വിളിച്ചു വിട്ടണേ. അപ്പൊ ഭയങ്കര ധൃതി. വാപ്പാക്ക് നേരല്ല. ഇനി ഉമ്മാരെന്നെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, ഉമ്മാര് പോയാൽ മതിയാവും. നമ്മളിപ്പോ അവിടെ വാപ്പയായി ഞാൻ വന്നിരിക്കുന്നു എന്ന് രേഖപ്പെടുത്താൻ പോണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ചോദിക്കണില്ല വന്നതിന്റെ ശേഷം എന്താ കാര്യം, എങ്ങനെ കാര്യം ചോദിക്കണില്ല. ഇപ്പൊ എന്താ പറഞ്ഞത് സമയത്തിന്റെ കാര്യത്തിൽ ഇതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് പലപ്പോഴും പ്രശ്നമാണ് അല്ലെ. വില്ലേജ് ഓഫീസിൽ പോയാൽ അങ്ങനെ നിൽക്കും നമ്മള്. ആധാർ ശരിയാക്കാൻ നമ്മൾ എങ്ങനെ നിൽക്കും? ഒക്കെ അവിടെ പ്രശ്നം. ചൊറിയണും മാത്രമൊക്കെ ഉണ്ടാവും, എന്നാലും ഇവിടെ നിൽക്കും. അത് നമ്മളെ അടിസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് പലപ്പോഴും അതങ്ങനെ തന്നെ നിർവഹിച്ചു പോവുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത്തരം മേഖലകളൊക്കെ നന്നായി നമ്മൾ ശ്രദ്ധിച്ചു പോകണം. നല്ല കാര്യങ്ങൾക്ക് സമയം ഉണ്ടാക്കണം, ഉണ്ടായിട്ടില്ലെങ്കിൽ ഉണ്ടാക്കണം. യാ ഇബാദി തഫറദ് ലി ഇബാദത്തി, എൻ്റെ അടിമകളെ നിങ്ങൾ നല്ല കാര്യത്തിന് വേണ്ടി, എൻ്റെ ഇബാദത്തിന് വേണ്ടി സമയം ഉണ്ടാക്കണം. അംല സദറഖദിനൻ, നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ ഐശ്വര്യം ഇട്ടുതരും. വാസുദ്ദു ഫഖറക്, നിങ്ങളെ ദാരിദ്ര്യം ഞാൻ ഒഴിവാക്കി തരും. പഠിച്ചോന്റെ ഓഫറാണ്, നമ്മൾ എടുക്കൂല. നല്ല കാര്യത്തിന് ഖുർആൻ ക്ലാസ് 1 മണിക്കൂർ ഒരാഴ്ചയിൽ അറ്റൻഡ് ചെയ്യാൻ സമയം ഉണ്ടാക്കി. എന്താ ഓഫർ? മനസ്സിൽ ആശ്വാസം ഇട്ടുതരും, സമാധാനം ഇട്ടുതരും. ഒക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? മനസ്സിന് സമാധാനം അല്ലെങ്കിൽ സുഹൃത്തുക്കളെ വല്ല കാര്യമുണ്ട്. മനസ്സ് അസ്വസ്ഥാണ്, എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് അസ്വസ്ഥാണ്. ഒരു കാര്യമല്ല അല്ലേ. ഇന്നലെ ഞാനൊരു സഹോദരൻ ഒരു മെഡിക്കൽ ഷോപ്പിൽ ഇരിക്കുമ്പോൾ മെഡിസിൻ വാങ്ങാൻ വന്നു. അപ്പൊ എനിക്ക് വളരെ അടുത്തറിയണ എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം പറഞ്ഞു, എന്നും കരഞ്ഞു ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അയാൾക്ക് അയാളുടെ ഭാര്യന്റെ അടുത്ത് എത്തുമ്പോൾ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല. ഇഷ്ടം പോലെ സമ്പത്തും സൗകര്യമൊക്കെ ഉണ്ട്. അള്ളാഹു നമ്മളെ അത്തരം പരീക്ഷണത്തിൽ കാത്തുരക്ഷിക്കുമാറാട്ടെ. ഭാര്യയും കരയും, അയാളും കരയും, കരഞ്ഞ് ജീവിക്കണം. അതിന്റെ മെഡിസിൻ വാങ്ങാൻ വന്നതാണ്. അപ്പോൾ ഞങ്ങളൊരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ആ വ്യക്തിനെ അങ്ങനെ കെയർ കണ്ടപ്പോൾ ചോദിച്ചാണ്, നിങ്ങൾ ഇത്ര സമയം ഒരു ക്ലയന്റിനൊക്കെ വേണ്ടി കാത്തുക്കെ വെച്ചപ്പോൾ പറയാം, അതാണ് കേസ്. അയാൾക്ക് വേണ്ട മെഡിസിനാണ്. നമുക്ക് ചിലപ്പോൾ ചെറിയൊരു ചിരി വരും ആൾക്കാർക്ക് അല്ലേ. സഹോദര, ഒരു ചെറിയ ഗുളികന്റെ സൈഡ് എഫക്റ്റിൽ നാളെ നമ്മളും ഒരു പക്ഷേ ബെഡ്റൂമിൽ എത്തുമ്പോൾ സ്വന്തം ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഒരാളായി മാറുമ്പോൾ അതിന്റെ ചുറ്റും രൂപപ്പെടുന്ന 1000 പ്രതിസന്ധികളുണ്ട്. വരികളിലും വാക്കുകളിലും വിശദീകരിക്കാൻ കഴിയാത്തത്ര വലിയ നൊമ്പരങ്ങൾ നമ്മൾ കാണണം. മനസ്സിലായില്ലേ? അപ്പൊ അസുദ്ദു ഫഖർ, നിന്റെ ദാരിദ്ര്യം ഞാൻ മാറ്റിത്തരാന്നാണ്.
പടച്ചോൻ കാവലാക്കി തരും. ക്യാൻസർ വേണ്ടാന്ന് പഠിച്ചോ തീരുമാനിക്കും, ആക്സിഡന്റ് ആകണ്ടെന്ന് പഠിച്ചോ തീരുമാനിക്കും, അല്ലേ? അപ്പൊ നല്ല നിലക്ക് സമയത്ത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന നേട്ടങ്ങൾ അതാണ്. ആ നിലക്ക് ചിന്തിക്കാൻ മുന്നോട്ട് പോകുക. അല്ലാഹു അനുഗ്രഹിക്കണം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ദുആകൾ ധാരാളം ഉണ്ട്. ഇത്തരം വിഷയങ്ങളിലൊക്കെ ധാരാളം പ്രാർത്ഥനകളുണ്ട്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ. എന്താണ് ഈ ഹസനത്ത്? കുറച്ചുതന്നെ ദുന്യാവിലും പരലോകത്തും ഞങ്ങൾക്ക് ഹസനത്ത് തരണേ. ഹസനത്ത് കിട്ടുമ്പോൾ കറക്റ്റ് ആയിരിക്കും, നമുക്ക് നല്ലൊരു കൃത്യമായൊരു വേവ് ലെങ്ത്തിൽ നമ്മളെ ജീവിതത്തെ കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാവുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഖുത്ബയിലെ ഏറ്റവും ചെറിയൊരു മെസ്സേജായി നിങ്ങളുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്താനുള്ളത്. അള്ളാഹു നമ്മെ അവൻ്റെ യഥാർത്ഥ മോമിനുകളിൽ മുഖ്ലിസുകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കലിമത്ത് തൗഹീദിനെ ജീവിതമാക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനം റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, പഠിച്ചോനെ എന്നെ നീ കുറച്ചും കൂടി സമയം എനിക്ക് നീ നീട്ടിക്കൊണ്ട എന്ന് പറയേണ്ടുന്ന ഒരു അവസ്ഥ അള്ളാഹു നമുക്ക് നൽകാതിരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസിൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന റബ്ബനാ ഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.